എന്താ താമസിച്ചോ? റിംഗ് ഒണിയാൻ കിട്ടാൻ പരിപാടി നമുക്ക് തുടങ്ങാം. സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. റിംഗ് ഒണി ഇല്ലാതെ ഒന്നും നടക്കാതായി. സാധനം എത്തിയിട്ടുണ്ട്. വിനു അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടികൾ തുടങ്ങാം. പെട്ടെന്നാവട്ടെ. വിഘ്നേഷ് പെട്ടെന്നാവട്ടെ. എടാ ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്? എന്താണ് ഉണ്ടാക്കാൻ പോണത്? നമ്മൾ ഇന്ന് സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ സൂപ്പ്. യെസ്, കുറെ ആൾക്കാർ നമ്മൾ സജഷൻ. ചിക്കനിൽ ഏത് സൂപ്പാണ്? ചിക്കനിൽ ഹോട്ട് ആൻഡ് സോപ്പ്. ഹോട്ട് ആൻഡ് സോപ്പ്. അപ്പൊ ഈ ചുമ ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവും. അതിന് വേണ്ടിട്ട് നമ്മൾ ചിക്കൻ സൂപ്പ് നടിച്ചപ്പോ ആദ്യം വന്നത് ഹോട്ട് ആൻഡ് സോപ്പ്. അപ്പൊ അതാക്കി. പിന്നെ ടൊമാറ്റോ സൂപ്പ് ഉല്ലാസിന് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ഡയലോഗ് ചേർന്നു. നമ്മൾ വെജിറ്റബിൾ സാധനങ്ങളൊന്നും അവന് വെജിറ്റബിൾ ഒന്നും ഉണ്ടാക്കിയില്ലാണ്. ഇന്ന് ഫുള്ള് വെച്ച കുറച്ച് മാഗി. അത് മൂഡ് മസാലയാണ്. ഇന്നത്തെ മൂഡ് പോലെ ഉണ്ടാക്കാതിരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് മൂടുണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കി. അവിടെ നമുക്ക് ഇന്ന് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇത് ഇങ്ങനെയാണ് വരുന്നത്. കൈ കഴുകിയായിരുന്നല്ലോ. നമുക്ക് അപ്പോഴത്തേക്ക് മലക്കറി അറിയാം. കംപ്ലീറ്റ്ലി നോക്കിക്കോ. ഇത് നോക്കിക്കോളെ. ദാസനെ കൊണ്ട് മലക്കറി അറിയണം. ഞാൻ കറിയണം കണ്ടിട്ടില്ല. ഫസ്റ്റ് എയ്ഡ് ഒക്കെ ഉണ്ട്. ദാസനെ കൊണ്ട് അറിയിപ്പിക്കും. ഞാൻ അറിയും. മൂട് കട്ട് ദാസനെ പഠിപ്പിച്ചു കൊടുക്കാം. അരിയാനുള്ള ക്ലാസ്സാണ്. എങ്ങനെ ഒരു സിമ്പിൾ ആണ്. ഇനി വേണമെങ്കിൽ ഇതിന്റെ മണ്ടയിൽ വെച്ച് വീണ്ടും അടിച്ചിട്ട് തൊലിച്ചാൽ കളഞ്ഞാൽ ഒരു ബിഗിനറിനെ നമ്മൾ പഠിപ്പിച്ചെടുത്തോണ്ട് നീ കൂടെ വലിയ വടിവാളൊക്കെ കൊണ്ടാണ് ഇരിക്കുന്നത്. വെളുത്തുള്ളി തട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. നിനക്ക് ഇത് അറിയാമോടാ? ഈ ഇല ഇത് ചമ്മന്തി അരയ്ക്കാൻ അറിയാമോ? നല്ല ടേസ്റ്റ് ആണ്. ഞാൻ മുയലിനോട് കണ്ട അച്ഛൻ കൊച്ചിനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ പോത്തൊക്കെ മൂത്രം ഒഴിക്കണേ. കഴിച്ചു കഴിഞ്ഞത് പറഞ്ഞത് നന്നായി. ഗൈസ്, നമ്മളപ്പോ ഇനി ടൊമാറ്റോ സൂപ്പിന് വേണ്ടിയിട്ട് തക്കാളിയും തക്കാളി റോസ്റ്റ് ചെയ്യാൻ പോവാണ്. തക്കാളിയും റോസ്റ്റ് ചെയ്യാൻ പോകും. തക്കാളി സാധാരണ തിളപ്പിച്ചാണ് ചെയ്യണത്. നമ്മൾ കണ്ടത് യൂട്യൂബിൽ. പക്ഷെ നമ്മളിന്ന് വ്യത്യസ്തമായിട്ട് നാടൻ രീതിയിൽ ചുട്ടെടുത്തിട്ട് മിക്സി തൊലി കളഞ്ഞെടുത്ത് മിക്സി ഇട്ടേ. അതാണ് ഞാൻ ദാസനെ റെപ്രസെന്റ് ചെയ്ത് പോത്തങ്കോടിന് വേണ്ടി ഞാൻ ഓക്കെ. ടൊമാറ്റോ സൂപ്പിന് വേണ്ടിയിട്ട് ടൊമാറ്റോ ഇങ്ങനെ കത്തിക്കണം. തീ കത്തിക്കണം. നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് ഒരു 100 ഡിഗ്രി സെൽഷ്യസിലെങ്കിലും. സാധാരണ ഇതിന് മറ്റൊരു ടേസ്റ്റ് കുറവാണെന്ന് പറഞ്ഞു. മറ്റേ ഈ വെള്ളത്തിയിട്ട് ഇതാകുമ്പോ കരിയണോണ്ട് ഒരു സ്മോക്കി ഫ്ലേവർ. എനിക്കൊരു സംശയം. കൊതി വരുന്നുണ്ട്. ഇത് മറ്റേ ഒതളങ്ങി അത് പാക്കില്ലേ, പാക്ക് വീണിട്ട് തക്കാളി കത്തിച്ച പാക്കാവുന്ന ഇപ്പോഴാണ് പഠിച്ചത്. ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി ചെയ്തത് നമുക്ക് അല്ലാതെ അടുത്ത് കൊള്ളണം. ഇങ്ങനെ തന്നെ ചെയ്യാം. ഇത് കൊള്ളാം. നാച്ചുറൽ ആയിട്ടല്ലേ ചെയ്യണം നമ്മൾ. അത് കുഴപ്പമില്ല. ഊരി പോണത്. ഓ അത് അങ്ങനെ. തക്കാളി കഴിവേട് വേണ്ട. അവന്റെ കറി കുറയും. തീയല്ലേ, കുഴപ്പമില്ല, കഴിവണ്ട. ശരിയാണ്. തൊലി നമ്മൾ കത്തിച്ച് കളയല്ലേ വെച്ചോ. എന്നാലും കഴിവണായിട്ട് ഞാൻ ഒന്ന് കഴിവണായിട്ട് കാണിക്കുകയാണ്. ഇത് റോസ്റ്റ് കുറച്ചുകൂടി റോസ്റ്റ് ആവണോടാ. എന്നാ തീ കൂട്ടട്ടാ. ഒരു നെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ മോളിൽ വെച്ചിട്ട് നെറ്റ് ഫോണിന്റെ നെറ്റ് ഓൺ ആക്കി. അതെനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഇത് കരിയൂല്ലേ? ഇത് കരിയണം. ഇത് കളയോ? നമ്മള് മോളിലത്തെ സാധനം എടുത്ത് കളയും. കൊള്ളാം. കണ്ട ഒരു നല്ല ഇതുണ്ട്. ഒരു സ്കിന്നിയായി. മീൻസ് കരിഞ്ഞെന്തോ സ്കിന്ന് സംഗതി.
തണുത്ത വെള്ളത്തിൽ എടുത്ത് വെള്ളം മുക്കും. വയ്യ. നമുക്ക് തൊലിക്കാടാ. തൊലിക്ക് ഇത് ഉല്ലാസിന് വേണ്ടി നമ്മൾ കണ്ട എന്തുമാത്രം. നമുക്കിത് വേണമെങ്കിൽ ബോയിൽ ചെയ്തിടായിരുന്നു, പക്ഷെ നമ്മൾ ചെയ്തില്ല. ഉല്ലാസിന് ആ ഓതന്റിക് ടേസ്റ്റ് കിട്ടുന്ന. സ്പെയിനിലൊക്കെ ഇങ്ങനെയാണ് ആൾക്കാർ ചപ്പ്. ഇത് അടിച്ചോണ്ട് വരും. അടിച്ചിട്ടോ നീ ഇങ്ങോട്ട് വന്നാ വെള്ളം ചേർക്കണം. വേണ്ട. ടൊമാറ്റോ എന്തിനാണ് അവിച്ചല്ലോ? എന്തിനാണ്? റോസ്റ്റ് ചെയ്ത് അടിച്ചെടുത്ത്. ഇതിന് ഉല്ലാസിന്റെ ഭാഗ്യമല്ലേ ഇതൊക്കെ. നമ്മൾ അവന് ഇന്ന് പ്രാതിനിധ്യം കൊടുത്ത അവനാണ്. അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ആദ്യം ഉണ്ടാക്കാൻ നമ്മളത് ഉണ്ടാക്കിയില്ല. അതെ മുൻജന്മ സൗഹൃദമല്ല സുഹൃതം. അങ്ങനെ പറയും. നമ്മൾ ടൊമാറ്റോ സോസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ബട്ടർ എടുക്കുകയാണ്. ഇത് കുറച്ചിടോടാ. ഓ കരിഞ്ഞ് ഇത് വരണില്ല കേട്ടോ. ഇങ്ങനെ തള്ളി കഴിച്ചങ്ങട് ഫിറോസിക്കടയില് നമ്മള് പുട്ട് തള്ളിയില്ലേ? ആഹാ ഉല്ലാസിന് അതൊക്കെ നല്ല വൃത്തിയുണ്ടെന്ന് തോന്നുന്നു. അത് ഒറ്റ സ്റ്റെപ്പിൽ കറുത്തോടാ. ഒറ്റ സ്റ്റെപ്പിൽ ബട്ടർ മാറിയണ്ട ആ ഒരു പ്രോസസ് കണ്ട. ഇനി നമ്മളിത് നമ്മള് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബട്ടർ ഇട്ടാണ് നമ്മൾ കഴിവുന്നത്. ഓ ഇതൊരു നാറ്റം. കരിയാണ്. സാധനം എവിടെയാ പിടിക്കുന്നത്? മറ്റേ സാധനം വേണം അല്ലേ? അത് എവിടെ പോയി? അത് പിന്നെ അതോടെ കഴിച്ചു. പുറത്തൂടെ ഒന്നും ഒഴിക്കല്ലേ. അത് കരിഞ്ഞിട്ട് നിങ്ങൾ തീ അണയ്ക്കാത്തതിന് നിങ്ങളെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കണം. എവിടത്തെ ഷെഫാണോ? അയ്യോ വാസന കുത്തിയിരിക്കാൻ പാടില്ല. അതല്ല എന്തോ മുള്ളു കയറി. നടു വെട്ടിയണം. നടുവെട്ടിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അതിന്റെ മുള്ളന്ന്. നമ്മൾ ടൊമാറ്റോ സൂപ്പിന് വേണ്ടിയിട്ട് ആദ്യം ബട്ടർ ബട്ടർ രണ്ടാമത്തേതാണ്. മിൻസ് ചെയ്യാൻ വേണ്ടിയാണ് ബട്ടർ എടുക്കുന്നത്. മിൻസാ മിൻസ് ചെയ്യാൻ സോട്ട് ചെയ്യാൻ. സോട്ട് ചെയ്യാം. മിൻസ് എന്ന് പറയും. മീൻസ് എന്ന് വെച്ചാൽ അരിയണത്. നിങ്ങളാണോ CBSE പഠിച്ചെന്ന് പറഞ്ഞത്? CBSE മിൻസ് ഒന്നും പറയില്ല. കുറച്ച് ഗാർലിക്. ഓക്കെ ബട്ടർ ഇട്ടു. ഇനി കുറച്ച് ഗാർലിക് കുറച്ച് ഇത് എന്തേലും ജിഞ്ചർ സബാളായി. ഒഴി ടൊമാറ്റോ. അത് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു. സൂപ്പർ അല്ലേ? വളരെ മോശമായിട്ടില്ല. എന്തേടാ ഇപ്പൊ എടുത്ത് കളയാം. അല്ല കുഴപ്പമില്ല. വെള്ളം ഒഴി. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉപ്പ് വെള്ളം ആയില്ല. ആയില്ല. ഇതൊന്നും ആയിട്ടില്ല. മെയിൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാലേ ഉള്ളൂ. ഉപ്പ് ശ്രീകാന്ത് നോക്കി. ഉപ്പിട്ടോ. അയ്യോ ദാസചേട്ടനാണ് ഇരുന്നത്. ചിലപ്പോ തക്കാളി രസമോ കുറച്ചും കൂടി ഇട്ടോ. കുരുമുളക് ഇടട്ടോ. ഇത് ശരിയായില്ലെങ്കിൽ ഇതിൽ മാഗി ഇട്ടാ മതി. നമുക്ക് പറ്റിക്ക ആൾക്കാരെ. ട്വിസ്റ്റ് അവസാനല്ലേടാ കുരുമുളക് ചേർക്കണേ? അവസാനം കൊണ്ട് ചേർക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഫ്ലേവർ എമ്മാർക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ടേസ്റ്റ് ഇപ്പോഴേ കൂട്ടി എല്ലാം മസാല ഇട്ട് ടേസ്റ്റ് കൂട്ടും. ഈ ഹോട്ടലിലൊക്കെ കേട്ടിട്ടുണ്ട് ഈ ഇറച്ചി പഴകും തോറും ഒരു മസാല കയറ്റും. അല്ല പറഞ്ഞു ശ്രീകാന്തിന്റെ പരിപാടി അതാണ്. ഞാനങ്ങനെ ആ ചെമ്മീനിലെ പരിപാടി അതാണ്. മസാല ഇടയ്ക്ക് കേട്ടിക്കൊണ്ട് ഇത്രേ ഉള്ളാടാ. ഇങ്ങനെ ചെയ്താൽ മതിയാ. കോൺഫ്ലവർ ഒഴിക്കണം. കോൺഫ്ലവർ എന്താ എക്സ്പ്രഷൻ ഒന്നും വന്നില്ല പുറത്തോട്ട്. ആയില്ല, പരിവാവണേ ഉള്ളൂ. എന്തെല്ലാം കിടക്കണം? കായപ്പൊടി ഇടണം, മല്ലിയില ഇടണം. രസമല്ലേ? നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. കോൺഫ്ലവർ കുറുക്കാൻ വേണ്ടി കോൺഫ്ലവർ കുറച്ച് കണ്ടിട്ടൊരു രസമൊക്കെ ഉണ്ട് കേട്ടോ. ചോർന്ന് പോകുന്നു. ഇപ്പോഴാണ് അതിന്റെ ഒരു ഇപ്പൊ വന്നില്ലേ. ഇപ്പൊ നോക്ക്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള രസം. എനിക്ക് അന്ന് നമ്മള്
നമുക്കൊരു സത്യം മനസ്സിലായി, ഇത് കൊള്ളൂലായിരിക്കും. വളരെ പെട്ടെന്ന് മനസ്സിലായി, കലക്കണമെന്നില്ല. ശ്രീകാന്ത് ഫാൻസ് കാണുക. ടൊമാറ്റോ സോസ് ഒഴിക്കണം, കെച്ചപ്പ് ഒഴിക്കും. ഞാൻ കണ്ടു. പിന്നെ ടൊമാറ്റോ എന്തിനായാലും എല്ലാം മറ്റേ കൂടെ ഇട്. ഓക്കെ, അടുത്തതായിട്ട് ടൊമാറ്റോ സോസും കൂടെ നശിപ്പിക്കാൻ പോവുകയാണ്. ഇനിതാ യവന്മാര് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ കുറച്ച് അറിയത്തില്ലേ കുറച്ച് ടൊമാറ്റോ സോസ് കൊണ്ടത് കലക. ടൊമാറ്റോ സോസ് എടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് സൂപ്പ് ഒന്ന് കൊടുത്താൽ ശരിയാ, കുറച്ച് ലൂസാക്കി കുറച്ചുകൂടി വെള്ളം ഒഴിക്കും. ഒരു ബോളിലാക്കി ഇപ്പൊ തന്നെ ചൂടോടുകൂടി ടേസ്റ്റ് കൊടുക്കട്ടെ. അവന് കൊടുക്കാം, ചൂടോട്. അതിന്റെ കൂടെ തട്ടി നിന്റെ അടുത്ത് അങ്ങനെയല്ലേ സ്ക്രിപ്റ്റില് പറഞ്ഞേ. ഉല്ലാസിന് വേണ്ടി സ്പെഷ്യലി ഉണ്ടാക്കിയ ഇത് കുറച്ച് ബട്ടറൊക്കെ ഉല്ലാസിന് വേണ്ടി ആദ്യമേ വെച്ചിട്ടുണ്ട്. ഇത് നാടൻ നീ ഒന്നും കഴിക്കണില്ല ഈ ഇടയായിട്ട്. കുടിക്കാണ്. എനിക്ക് എന്തെങ്കിലും പറ്റിയ ഈ വീഡിയോ നിങ്ങൾ കാണൂല. ഹോണസ്റ്റ് ഒപ്പീനിയൻ പറയണേ. അന്നേരം തുപ്പിക്കളഞ്ഞ ഇതിനകത്ത് ഫുള്ള് സാധനങ്ങള്. മല്ലിയിലായിരിക്കും അല്ലേ? എടാ എങ്ങനെയുണ്ട് സൂപ്പ്? എങ്ങനെയുണ്ട്? ടേസ്റ്റ് കുറച്ചുണ്ട്. ടേസ്റ്റ് കുറച്ചുണ്ട്. ഓ, ഈ സാധനം ഉള്ളതുകൊണ്ടാണ്. തുപ്പിക്കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. അടത് അടിച്ച് കുഴപ്പമൊന്നുമില്ല, മല്ലിയിലേറെ ഒരു ടേസ്റ്റ്. അതിന്റെ രുചിയുണ്ട്. ഓക്കെ, അപ്പം ടൊമാറ്റോ സോസും വലിയ കുഴപ്പമില്ല. സോസ് അല്ല, അവൻ കുറച്ച് സോസ് ഇട്ടെങ്കിലും ഇത് സൂപ്പാണ്. അത് വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയാണ്. മുട്ട കൊടുക്കുന്ന വിഘ്നേഷ് ചേട്ടൻ. ഇനി നമുക്ക് മെയിൻ ഡിഷിലോട്ട് കിടക്കാം അല്ലേ? അതെ, നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ഡിഷ് സക്സസ്ഫുള്ളി നന്നായി അവന് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് നമ്മൾ രണ്ടാമത് അതെ അതെ. പിന്നെ നമുക്കിനി സന്തോഷമായിട്ട് ഉണ്ടാക്കാം. നമുക്ക് ഫസ്റ്റ് ബ്രോത്ത് ഉണ്ടാക്കാം. അതെന്ന് തോന്നുന്നു. ബ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്. സ്റ്റോക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പുറത്ത്. ചിക്കൻ്റെ ഉള്ള ചിക്കൻ മസാല. ആദ്യം നമുക്ക് കുറച്ച് ഒരു പീസ് എന്തോ പോയി. കുറച്ച് സവാള എണ്ണ ഒഴിക്കണ്ടേ? എണ്ണ ഒഴിക്കണ്ടേ? ഓ, ബ്രോത്ത് ഡയറക്റ്റ് എടുത്ത് അങ്ങോട്ട് പിന്നെ കുറച്ച് ഇഞ്ചി വറുത്തെടുക്കണാണ്. അല്ലടാ, വെള്ളം ഒഴിക്കണം. ഇഞ്ചി, പിന്നെ കുറച്ച് ഗാർലിക്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാബേജ്. ക്യാബേജ് ഇല്ല ഇപ്പോൾ ഇല്ല. ഇല്ലേ? കുറച്ച് ക്യാബേജ് ഇടൂല. കുറച്ച് ക്യാപ്സിക്കം. ക്യാപ്സിക്കം ഇതിലുണ്ടായിരുന്നോ? ക്യാപ്സിക്കം ഇടണ ഞാൻ കണ്ടായിരുന്നു ആ വീഡിയോ. അല്ലാതൊന്നുമില്ല. ഇല്ല, ഉറപ്പൊന്നുമില്ല. അല്ല, നമുക്ക് എന്ത് ഇത് വേണോ ഇടാം, വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം. നിറച്ച് വെള്ളം ഒഴിച്ച് പതുക്കെയല്ലേ ഇതാക്കണം, സ്റ്റോക്ക് ആക്കണം. 3/4 മണിക്കൂർ വേണ്ട വേവിച്ചല്ലേ ആക്കണം. ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യണം. ഓക്കെ, ഇനി ലാസ്റ്റ് ചിക്കൻ. കുറച്ച് ചിക്കൻ. ഓക്കെ, ഇനി ഇപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. സബ്മേർജ്. ഇത് എത്ര മണിക്കൂർ കഴിക്കണം? അരമണിക്കൂർ, 10-20 മിനിറ്റ്. 20 മിനിറ്റ്. ഓക്കെ, ഇപ്പൊ 20 മിനിറ്റ്. 20 minutes later. പുക കണ്ട, പുക കണ്ട. പുക വരണം. പക്ഷെ മണമൊന്നും വരണം. നമുക്ക് ചിക്കൻ മാത്രം എടുത്ത് മാറ്റി വെക്കാം. ഇങ്ങനെ മാറ്റണം. ചിക്കൻ മാറ്റിയിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് ഈ വെള്ളം അരിച്ചെടുക്കണം. ഷ്രെഡ് ചെയ്യണം കൈ വെച്ച്. ഇതാണ് ചിക്കൻ സ്റ്റോക്ക് വാട്ടർ. നമ്മളിനി ഇതിനെ ഈ പച്ചക്കറി മാറ്റിയിട്ട് ആ വെള്ളം മാത്രമായിട്ട് അരിച്ചു. ട്രെയിനർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആദ്യം മാനുവലായിട്ട് തന്നെ അത് ചെയ്യുന്നു. മാനുവലായിട്ട് ചെയ്യും. നമുക്ക് ഇല്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾക്ക് അല്ലേ ബാച്ചിലേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് കാണൂല. അതെ. ദാസം മറന്നു കഴിച്ചു. ഇന്ന് അതിന്റെ ഉപയോഗം എനിക്ക് തോന്നില്ല, അതാണ് എടുക്കാത്തത്. ഇതല്ല അതിന് ഉപയോഗം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ അരിച്ചു മാറ്റുന്ന എന്ത് ചെയ്യും? അടിച്ചു മാറ്റുന്നതല്ല, അടിച്ചു മാറ്റണം. വെള്ളം മാത്രമേ ഉപയോഗിക്കൂ. അപ്പൊ ബാക്കിയാ പ്യുവർ വെജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും കൊടുക്കും. നന്നായി. അടുത്ത നിനക്ക് നേരെ പറഞ്ഞ പറഞ്ഞോണ്ട് ഇനി നമ്മൾ ഇതിനെ ഒന്നുകൂടെ അരിച്ചെടുക്കുകയാണ്. ബ്രോത്ത്, ഇതാണ് ബ്രോത്ത് വാട്ടർ. ബ്രോത്ത് വാട്ടർ. അതെ, വാ. ചിക്കൻ സ്റ്റോ അല്ലേ? വെള്ളം തൊട്ടങ്ങ് കഴിച്ചു കഴിഞ്ഞാലേ
ഈ വെള്ളം മാത്രം മതി. എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയും. എന്ത് ബെനിഫിറ്റ് പറയൂ. ഹോട്ടലിലെ കണ്ണിന് നല്ലതാണ്. കണ്ണിന് നല്ലതാണ്. പൊന്നാങ്കണ്ടി ചീരയെക്കാട്ടി നല്ലതാണ്. നാളത്തോടെ ശ്രീകാന്ത് വീട്ടിലിരിക്കും. വെള്ളം മാത്രം പൊന്നാങ്കണ്ടി ബ്രോത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ 199 ഉല്ലാനിയുള്ള ബ്രോത്ത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ പ്രിപ്പറേഷൻ തുടങ്ങാം. മെയിൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇവിടെ കയ്യിലിട്ടാണ്ടോ? കയ്യിലിടണോ? അത് കൈകൊണ്ട് ഇങ്ങനെ തിരിച്ചാ പോരെ. നീ അവിടെ നിന്ന് കണ്ടോ ഞാൻ ഒരുങ്ങിന് എനിക്ക് ഇൻസൾട്ട് ആണ് അത്. ഞാൻ അവിടെ ഇവിടെ തിരിക്കാന്നുള്ളതല്ലോ. അത് കൈ ഇട്ടാണ്. കുറച്ച് ക്യാരറ്റ്, ഓക്കെ, ക്യാരറ്റ്, ജിഞ്ചർ ഗാർലിക്, കുറച്ച് ക്യാബേജ് നീളത്തിനരിഞ്ഞത്, അവിടെ ഇളക്കിയുണ്ട്, കുറച്ച് സവാള. ഹൈ ഫ്ലെയിമിലിട്ട് 2 അടി ചിക്കൻ്റെ ബ്രോത്ത് നമ്മൾ ഇത് ആ ബ്രോത്ത് എടുത്ത് അതിലോട്ട് ഒന്ന് ഒഴിക്കാം. ലൈറ്റായിട്ട് ഒഴിക്കാം. ആഹാ, പറ്റിക്കളയല്ലേ, സൂപ്പില്ല. ഇല്ല, കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഓക്കെ, ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആഹാ അല്ലേ, ഓക്കെ, ആവശ്യത്തിന് ഉപ്പിടുക. ഇനി കുറച്ച് സോയാ സോസ്. ഓക്കെ, ഇവിടെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ തരും. വേണ്ട. ഓക്കെ, ഇനി ചിക്കൻ കുറച്ചല്ലേ ഉള്ളൂ. കുറച്ച് അത് കൂടി പോയി. ഇത് വറ്റിപ്പോടാ. കുറച്ചിട്ട് അവിടെ ഒരു മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് എടുക്കോടാ. അതങ്ങ് എടുത്ത് കൊടുക്കൂടാ. മുട്ട ഇങ്ങനെ കുറേച്ച് കുറച്ച് ഇളക്കി ഒഴിക്കും. കുറച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇളക്കും. അങ്ങനെയുണ്ട്. സൂപ്പർ. എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഇനി എന്തിനാണ്? കുരുമുളക് കുറച്ച് നമുക്ക് ടേസ്റ്റ് എന്തേലും ഒരു പന്തിയോട് തോന്നി അപ്പോൾ ഉള്ള എല്ലാ മസാലയും ഇങ്ങനെ ഇടണം. ഈ തോന്നിയ എല്ലാ മസാലകളും ഇടണം. മതി. ഇനി മറ്റേ ഇതും കൂടി. ഏത് എടാ കണ്ടോ ഈ സാധനം കുറച്ച് നേരം അടിച്ചു കളഞ്ഞത് നമ്മള്. മറ്റേ ഈ മന്ത്രവാദികളൊക്കെ എന്ത് തോന്നിയ സാധനമൊക്കെ എടുത്ത് വാരിയിടൂലേ? ഇത് കൊള്ളൂലെങ്കിലേ ഫീൽഡ് ഔട്ട് ആക്കാം. ഫീൽഡ് ഔട്ട് ആക്കാം. പിന്നെ എന്തൊരു തഴമ്പുണ്ടെന്ന് പറഞ്ഞാല് നമ്മള് അക്സെപ്റ്റ് ചെയ്യില്ല. സൂപ്പർ സെറ്റായിരിക്കുന്നു. ഓക്കെ, മണം കണ്ടാ അറിയാം. കണ്ടാ തന്നെ ഒരു ചൈനീസ് സൂപ്പിന്റെ ഫീലല്ലേ. കണ്ണിന് വെള്ളം വന്നു. ചൈനീസ് നിന്റെ ദൈവം പോരാ. ഹോട്ട് ആൻഡ് സോർ ഇങ്ങനെ തന്നെ രുചിയുണ്ട്. ആണോ? എടാ നീ കുടിക്കട്ടെ. ശ്രീയാന്ത് കുടിക്കാം. ഇത്രയും പീസുണ്ട്. സർപ്രൈസിംഗ്ലി ഗുഡ്. ഇങ്ങനെ ഗ്രാഫ് വീണ്ടും കൂടുതൽ. നീ ഓണസ്റ്റ് ഒപ്പീനിയൻ പറയണം. ഓണസ്റ്റ് അപ്പോഴും ഞാൻ ഓണസ്റ്റ് അല്ലെന്നാണ്. അല്ല അങ്ങനല്ല. നിനക്ക് എന്ത് ചവറ് കൊടുത്ത മെഗാ സീരിയലിൽ ഇതുണ്ടല്ലോ, അതാണ് കഴിച്ചാണ്. വെള്ളം കൂടെ കൂടാ. വെള്ളം കൂടെ കുടി, കഷ്ണം മാത്രം തിന്നാൻ. കഷ്ണം വന്നിട്ട് അഭിപ്രായം പറയാതെ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും മാറുന്നില്ലല്ലേ. മിക്സഡ് ആണ്. കഴിച്ചു. അപ്പൊ വേറെ ബോൾ എടുത്തോ. ആ ബോൾ അവരോട്. അടുത്ത വിഘ്നേഷ് ഏട്ടൻ കുടിക്കാൻ പോവുകയാണ്. കൊള്ളാം. ഓക്കെ, ഓട്ടാൻ സാറിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ വെള്ളമൊക്കെ അതുപോലെയൊക്കെ തന്നെ. കുഴപ്പമില്ല. ഓൾമോസ്റ്റ് എത്തി. ഒതന്റിക് ആയില്ലേ? കുറച്ച് അതിന്റെ അത്രയും വന്നില്ലെങ്കിൽ കുറച്ച് എത്തി. അല്ലല്ല, കറക്റ്റ് തന്നെ. അവിടെ നിന്ന് അവന്റെ കണ്ണ് ചുമന്നു. അല്ല, നമുക്കിനി അടുത്ത പ്രാവശ്യം അവനാണ് കുക്ക് ചെയ്യേണ്ടത്. ഫീൽഡ് ഔട്ട് ആക്കണ്ടപ്പാ. ഗുഡ് ജോബ്. താങ്ക്സ്. ഉല്ലാസിന്റെ എങ്ങനെ ഉണ്ടായിരുന്നടാ? നല്ലതായിരുന്നു. പിന്നെ ഉല്ലാസ് കുറച്ച് ഇതിനിടയ്ക്ക് നമ്മൾ ഇവിടെ മാഗി ഉണ്ടാക്കി.
ഓക്കെ, അപ്പൊ ഇന്ന് ഉല്ലാസം ഉണ്ടാക്കിയ മാഗി നൂഡിൽസും പിന്നെ ആ സൂപ്പും കൂടി കുടിച്ചിട്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ കുറച്ച് പേര് മറന്നു പോകുന്നു. നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. ചെയ്താൽ നല്ലതായിരിക്കും. നല്ലതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും ഗൈസ്. ബെല്ലൈക്കണും കൂടെ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്താലോ? ഓക്കെ, ശരി, ബൈ.